ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡാൻസിങ് ടീ ആണ്. ഡാൻസിങ് ടീ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുള്ള ഈ ചായ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല രസമാണ്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഡാൻസിങ് ടീ ആണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഡാൻസിങ് കോഫിയും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ കപ്പ് സെർവിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് വീട്ടിലുണ്ടാക്കണം മിൽക്ക് ബോയിലർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. മിൽക്ക് ബോയിലറിൽ ആ പാകത്തിന് സ്റ്റീം പോലെ ഇങ്ങനെ പതിപ്പിച്ച് കിട്ടും. വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇവർ വലിയ മിൽക്ക് ബോയിലറിൽ ഇട്ടിട്ടാണ് പാല് തിളപ്പിക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് മുകളിൽ ഒരു ലെയർ ഫോം വരും, പത. ആ പത നമുക്ക് അത്യാവശ്യമാണ്. വീട്ടിൽ നമുക്ക് അത്രയും ഫോം വരില്ല, അതിന് ഒരു ബീറ്ററോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിക്കണം. പക്ഷേ ഈ മിൽക്ക് ബോയിൽ ഉപയോഗിക്കുമ്പോൾ ആ സ്റ്റീം കിട്ടണത് പാകത്തിനായിരിക്കും, കറക്റ്റായിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഒരു ചായപാത്രത്തിൽ പാല് തിളപ്പിച്ചാൽ മതി. പക്ഷെ കൂടുതൽ തിളക്കരുത് പാല്, ഒരുപാട് നേരം തിളയ്ക്കണ്ട. ആ ഒന്ന് നന്നായി ആവി വന്ന് തിളച്ച് പൊന്തി തുടങ്ങിയാൽ മതി. അപ്പം നമുക്ക് റെഡിയാണ് പദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കപ്പ് പാല് എന്ന് വെച്ചാൽ 240 മില്ലി പാല് ഞാൻ മിൽക്ക് ബോയിലറിൽ ഒഴിച്ചു, അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് വേറൊരു സോസ് പാനിൽ അതേ അളവിൽ തന്നെ വെള്ളം 240 മില്ലി വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നല്ല ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീ ഉണ്ടാക്കണം, ബ്ലാക്ക് ടീ. കുറച്ച് നേരം നല്ലോണം ആ ചായപ്പൊടി ഇളകി കിട്ടാനുള്ള അത്ര നേരം തിളപ്പിക്കണം. പിന്നെ പഞ്ചസാര, നമ്മുടെ ഈ ഡാൻസിങ് ടീൻ്റെ ലെയേഴ്സ് ഫോം ചെയ്യാൻ പഞ്ചസാര അത്യാവശ്യമാണ്. അപ്പോൾ മധുരം ഇല്ലാത്ത ചായ കുടിക്കുന്നവർക്ക് ഇത് കുടിക്കാൻ നിവൃത്തിയില്ല, സോറി. 2-3 ടീസ്പൂൺ പഞ്ചസാര ചുരുങ്ങിയത് വേണം, എന്നാലേ ആ ലെയേഴ്സ് ഫോം ആവുള്ളൂ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെച്ചിട്ടുണ്ടാക്കിയിട്ടും എനിക്ക് ഇത് നന്നായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാകത്തിന് മധുരമാണ്, അത് കൂടുതലൊന്നുമല്ല. പക്ഷെ കൂടുതൽ എളുപ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 3 ടീസ്പൂണെങ്കിലും പഞ്ചസാര ചേർക്കുന്നതായിരിക്കും. അപ്പോൾ പഞ്ചസാര ഇട്ട് അതൊന്ന് സ്റ്റർ ചെയ്തു. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇതുപോലെ നീണ്ടൊരു വലിയ കപ്പാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലാസിൻ്റെ കപ്പ്. അതിലേക്ക് ആദ്യം ചൂടുള്ള ചായ, കട്ടൻ ചായ ഒഴിച്ചു, മധുരമുള്ളത്. ഇപ്പം നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. മിൽക്ക് ബോയിലർ ആയതുകൊണ്ട് കൂടുതൽ തിളച്ച് പൊന്തി വരൊന്നുമില്ല. പാകത്തിന് ആ നല്ലൊരു ആവി, ഇത്രയും ചൂടാവുന്ന ഈ സമയത്ത് ഫ്രോത്ത് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചൂടുള്ള പാലിൽ അടുപ്പത്ത് വെച്ച് തന്നെ ഞാൻ മിൽക്ക് ഫ്രോത്തർ ഉപയോഗിക്കുന്നു ഇവിടെ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മിൽക്ക് ഫ്രോത്തർ ഇല്ലെങ്കിൽ വിസ്ക് അല്ലെങ്കിൽ ചെറിയ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. നമുക്ക് ഈ പത ഉണ്ടാക്കണം. ഈ പത നന്നായിട്ടൊന്ന് പതിഞ്ഞ് വന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നന്നായിട്ട് പത വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പത മാത്രം, ആ ഫോം മാത്രം എടുത്തിട്ട് നമ്മുടെ ടീ ലെയറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. പതുക്കെ ഇട്ട് കൊടുക്കണം, ഇളകി പോകരുത്. അപ്പോൾ ഇതിൽ പാല് തീരെ എടുക്കണില്ല, പത മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ആ കപ്പ് നിറയണ വരെ നമുക്ക് ഫോം ഇട്ട് കൊടുക്കണം കേട്ടോ. ഫോം ആവശ്യത്തിനില്ലെങ്കിൽ നമ്മുടെ ലെയർ കറക്റ്റായിട്ടും വരില്ല. അങ്ങനെ പാകത്തിന് നമ്മൾ ഫോം ഇട്ടിട്ടുണ്ട്. അടിയിലത്തെ ലെയറൊന്നും അനങ്ങിയിട്ടില്ല. ഇനിയാണ് നമ്മൾ പാലൊഴിക്കാൻ പോകുന്നത്. ആ ചൂടുള്ളപ്പോൾ തന്നെ 2 ലെയറിനും ചൂടുണ്ടാവണം. ചൂടുള്ളപ്പോൾ തന്നെ പാലൊഴിക്കാൻ പോവുകയാണ്. അതിന് എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണ്, എളുപ്പത്തിൽ ഒഴിക്കാൻ വേണ്ടി. ഇനി ഇവിടെ എൻ്റെ ട്രിക്ക്, നമ്മുടെ മുകളിലത്തെ പത ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അതിനു വേണ്ടി ഒരു സ്പൂൺ ഇതുപോലെ കമത്തി പിടിച്ചിട്ട് ആ ഗ്ലാസിൻ്റെ വക്കുമിൽ ഇങ്ങനെ തൊടിയിച്ചിട്ട് വെക്കണം. എന്നിട്ട് സ്പൂണിൻ്റെ ബാക്കുമിൽ കൂടി പതുക്കനെ പരന്നു പോവാണ്ട് നമുക്ക് പാല് പതുക്കനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി പാല് താഴേക്ക് പോവും. നമ്മുടെ ഫോമിൻ്റെ ഷേപ്പും ചീത്തായി പോവില്ല. അടിയിലേക്ക് മിക്സ് ആയി പോവാണ്ട് ഇങ്ങനെ അടിയിലേക്ക് ഒഴിച്ച് കിട്ടും. പാല് മുഴുവൻ ഒഴിച്ച് തീരുന്നവരെയും പതുക്കനെ, ഇത് കുറച്ച് പതുക്കനെ കെയർഫുള്ളായിട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഓരോ അനക്കത്തിനും നമ്മുടെ ഡാൻസിങ് ടീ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഓരോ പ്രാവശ്യം കപ്പ് ഒന്ന് ചെറുതായിട്ട് അനക്കി കൊടുക്കുമ്പോൾ ഇത് ഡാൻസ് ചെയ്യും.
അത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ നിൽക്കുള്ളൂ, മിക്സായി പോവില്ല. മിക്സ് ആക്കണമെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ പാകത്തിന് നല്ലൊരു പാൽ ചായ കുടിക്കാം, മധുരമുള്ള പാൽ ചായ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്ക്. വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കണ ദിവസമാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. രസമാണ്, ഒരു ചേഞ്ച് ഇടയ്ക്കൊക്കെ ആവാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് and bye from Shana.